നമ്മൾ നമ്മുടെ ശരീരം കൊണ്ടുപോയി പാഴാക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? പല സെലിബ്രിറ്റീസും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, നീ അങ്ങനെ പോവാറുണ്ടെന്ന്. ഈ ഒരു ഫീൽഡിൽ വന്ന നാൾ മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഏയ് ഓക്കെ 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 ഗൗരി, അല്ലല്ല അങ്ങനെയല്ല, സോറി ഞാൻ അങ്ങനെ നിന്നെ ഹേർട്ട് ചെയ്യാൻ പറഞ്ഞതല്ല മോളെ. പേഴ്സണലായിട്ട് നിന്നെക്കുറിച്ച് എല്ലാം தெரிஞ்சிട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്റെ പൊന്നു മാം, ഇത് തന്നെ നിരന്തരം ഞാൻ കേട്ടോണ്ടിരിക്കുന്ന ഒരു വേർഡാണ്. എന്നെ ആരിപ്പോ എന്റെ ഹസ്ബൻഡ് അല്ല എന്റെ ഫാമിലി നോക്കാനില്ലെങ്കിലും എനിക്ക് ജീവിക്കണ്ടേ, എനിക്ക് പോയി ചാവാൻ പറ്റൂലല്ലോ. അപ്പം ഞാൻ തിരഞ്ഞെടുത്തതാണ് ബിക്കിനീസ്, മറ്റുള്ള കോസ്റ്റ്യൂംസ്. സെലിബ്രിറ്റീസ് കുറച്ച് ബാക്ക് സൈഡിലോ അല്ലെങ്കിൽ ഫ്രണ്ട് വശമോ തള്ളി വെച്ച് വീഡിയോകൾ കണ്ടന്റുകൾ ചെയ്യുമ്പോൾ അത് കാണാൻ ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളൊരു നല്ലൊരു വസ്ത്രത്തിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ലൈക്കില്ല, ആൾക്കാർ കാണാനില്ല, നമ്മളെ ആർക്കും കണ്ടാൽ അറിയേയില്ല. ഗൗരിനെ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടോ? അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് വരുമോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇല്ല, എൻ്റെ അടുത്ത് തെളിവുണ്ടെന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? ഇല്ലെന്ന് പറയും. ഇല്ലെന്ന് നീ പറയുന്നത് എങ്ങനെയാ? ഇത് എൻ്റെ അടുത്ത് ഉണ്ടല്ലോ. ഞാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ടില്ല. ഫാമിലി ഇല്ല, ഫ്രണ്ട്സ് അടുത്തൊക്കെ ആരുമായിട്ട് ഞാൻ വലിയ ഇതിൽ പോകില്ല. കാരണം എൻ്റെ റീല് കണ്ടിട്ട് അവർക്ക് അല്ലെങ്കിൽ ഫാമിലിക്ക് ഒരു പ്രശ്നം, ഞാൻ പറഞ്ഞല്ലോ, ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഒരു മൂലയിൽ കൂടി പോകുന്ന ഒരാളാണ് ഞാൻ എന്ന് പറയുന്നത്. ഇത് സെയിം അവസ്ഥയാണ് എനിക്ക്. ഇപ്പോൾ വരയ്ക്കും എന്നെ ഫാമിലിയിലെ ഫങ്ഷൻസിൽ എന്നെ വിളിച്ചാലും ഞാൻ പോവില്ല. ഈ കുട്ട പോകുന്നുണ്ടോ? നമുക്കതെല്ലാം ഇവിടെ പറയാൻ പറ്റും. ഈ ചിരിച്ചിരിക്കുന്ന മുഖമേ എല്ലാവരും കാണുന്നുള്ളൂ, പക്ഷെ ഉള്ളിൽ കരയുന്ന ഒരു വ്യക്തിനെ ഒരു മനുഷ്യരും കാണണില്ല. ഒരു ഫിലിമിൽ വന്നാൽ ഇപ്പം ചെയ്യല്ലേ നീ? ബിഗ്നീസ് അവസരം കിട്ടിയാൽ ഞാൻ ചെയ്യും, സാരി കിട്ടിയാൽ ചെയ്യും, മുണ്ട് കിട്ടിയാൽ ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള ഒരു കോസ്റ്റ്യൂം അവർ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതൊക്കെ ചെയ്യും. ഹലോ, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ ആൻഡ് വെൽക്കം ടു മൈ ഷോ ദി ഷക്കീല ഷോ. ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ മീഡിയ സെൻസേഷണൽ ആൻഡ് ഇറ്റ്സ് നൺ അതർ ദാൻ ദാറ്റ് ഗൗരി. ഹായ് മാം. ഹലോ ഗൗരി, ഹായ്. ഹൗ ആർ യു? ഐ എം ഗുഡ്. സോ നിങ്ങളാണ് ഗൗരി സിജി മാത്യു. അതെ മാം. സുഖം തന്നെ? അതെ. വേർ ആർ യു ഫ്രം? ബേസിക്കലി എവിടെയാ നിങ്ങൾ ജനിച്ചതൊക്കെ? നാട്ടിൽ തന്നെ. നാട്ടിൽ തന്നെ? എല്ലാവരും നാട്ടിൽ, അവരവരുടെ നാട്ടില്. പത്തനാപുരം. പത്തനാപുരം, ഓക്കെ. ആൻഡ് നിങ്ങളുടെ അമ്മ, അച്ഛൻ, ചേച്ചി എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. എന്താ ചെയ്യുന്നത്? അച്ഛൻ എന്താ ചെയ്യുന്നത്? അച്ഛൻ സൗദിയിലായിരുന്നു, ജോലിയായിരുന്നു, ഒരു കമ്പനിയിൽ, ഒരു സ്ഥാപനത്തിൽ ജോലിയായിരുന്നു. അത് കഴിഞ്ഞ് അമ്മ നാട്ടിലുണ്ട്, അച്ഛനും ഇപ്പം നാട്ടിലുണ്ട്, ചേച്ചി ദുബായിലാണ്, പിന്നെ ഞാൻ. ഓക്കെ, 2 പെൺകുട്ടികളല്ലേ? അതെ. നിങ്ങളുടെ മാരേജ് ലവ് മാരേജാ? ലവ് മാരേജ്. സോ ഹൗ ഇസ് യുവർ മാരേജ് നൗ? കുഴപ്പമില്ലാതെ പോകുന്നു. ഇപ്പം എവിടെയാ താമസം? വീടൊക്കെ എവിടെയാ? ഞാനിപ്പം കോട്ടയം താമസിക്കുന്നു. ഓക്കെ, കോട്ടയം. ഓക്കെ. നിന്നെക്കുറിച്ച് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. ആ ഡൗട്ട്സിനൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി. തീർച്ചയായിട്ടും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഗൗരി, ഞാനൊരു കാര്യം എൻ്റെ അടുത്ത് പറയണം. ഇപ്പം ഞാൻ കേൾക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എൻ്റെ ലൈഫിൽ എനിക്ക് തന്നെ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ആലോചിച്ചത്, ഇത് ഞാൻ കേൾക്കണോ. അപ്പോൾ എൻ്റെ ആൻസേഴ്സ് ദറ്റ് ടൈം അത് വേറെ ആയിരുന്നു. ഇപ്പം നമുക്ക് നോക്കാം. ആ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നത്. എന്നെ തന്നെ സ്വയം കേട്ട ക്വസ്റ്റ്യൻസ് ഇപ്പം ഞാൻ ഗൗരീനെ കേൾക്കുന്നു. ഓക്കെ, ഗൗരീനെ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടോ? ചീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ മറ്റുള്ളവരിൽ നമുക്ക് വരുമോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അല്ലാതൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പം നമ്മൾ എന്താ പറയുക, ജോലി ചെയ്ത് നമ്മുടെ ഫാമിലിക്ക് കൊടുക്കുമ്പോൾ നമ്മളെ ഫാമിലിയിൽ നിന്ന് തന്നെ ചീറ്റ് ചെയ്യുന്നൊരു ഇത് വരുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. സോ ഫാമിലിയിൽ തന്നെ ചീറ്റ് ചെയ്തു. നമ്മൾ എപ്പോഴും അവർക്ക് ആവശ്യമെന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിൽ ആവശ്യങ്ങൾ പറയുമ്പോൾ ഞാൻ കൊടുക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയണേ. ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പം ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വന്നു അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യുന്നു എന്നുള്ളതിലല്ല അവർക്ക് വേണം. നമ്മൾ കാശ് ചോദിക്കുമ്പോൾ കൊടുത്തില്ലെങ്കിൽ പിന്നത്തെ ഒരു മുഖം ഫേസിൽ അവരുടെ ആ ഒരു ഇത് കാണേണ്ട ഇത് വന്നിട്ടുണ്ട്. അങ്ങനെ ഗൗരി സിജി മാത്യു ഈ പേര് താണ്ടി വാട്ട് ഈസ് യുവർ ക്യാരക്ടർ? ഞാനെന്ന് പറയുന്നത് ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരാളാണ്. ഇല്ലായ്മയിൽ ഇല്ലാത്തവർക്ക് ഒരുപാട്, നമ്മൾ ഭക്ഷണത്തിന് നിവൃത്തിയില്ലാത്തവർക്ക് ഹെൽപ്പ് ചെയ്യുക, പിന്നെ മറ്റുള്ളവർക്ക് ആരെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾ പറയുമ്പോൾ പിന്നെ ഒരുപാട് ചിരിച്ച നല്ലൊരു മുഖവുമായിട്ട് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഞാൻ. ഇത് എല്ലാവരും ചെയ്യല്ലേ? എല്ലാവരും ചെയ്യുമ്പോൾ ഇപ്പോൾ എന്നെ ഈ ചോദ്യം എന്നെ ചോദിച്ചാൽ ഞാൻ പറയോ ഞാനൊരു മോശമായ സ്ത്രീ അങ്ങനെ പറയോ?
എല്ലാവരും അങ്ങനെ തന്നെ പറയും. നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ, ഇപ്പോൾ ഫാമിലിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ഒരു ക്യാൻഡിലാണോ? ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഒരു വേർഡിൽ പറയണം. ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഗൗരി, എങ്ങനെയാണ് നിങ്ങളുടെ ഹസ്ബൻഡ് മീറ്റ് ചെയ്തത്? ഫസ്റ്റ് ലവ് എങ്ങനെയായി? പഠിക്കുന്ന സമയത്ത്. പഠിക്കുന്ന സമയത്ത്? അതെ, കോളേജിൽ? അതെ, നഴ്സിംഗ് പഠിക്കുമ്പോൾ. ഓ, നഴ്സിംഗ് പഠിച്ചിട്ടുണ്ടോ? പിന്നെ നഴ്സിംഗ് ജോബിലൊന്നും പോയില്ല? ഇപ്പം ജോലി ചെയ്തായിരുന്നു, കുവൈറ്റിലായിരുന്നു. കുവൈറ്റിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, വിസയിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോയിരുന്നു. പിന്നെ നമുക്ക് വലിയൊരു ഫണ്ട് ഇറക്കിയിട്ട് നമുക്ക് അല്ലെങ്കിൽ മറ്റൊരു മേഖലയിലേക്ക് പിന്നെ പോകാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ നിന്നുകൊണ്ടൊരു സിനിമയിൽ അവസരം വന്നു. ആ അവസരത്തിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് നമ്മൾ ഒരു മലയാളം മൂവിയിൽ അവസരം കിട്ടുന്നു. അതിൽ നല്ലൊരു ടീച്ചർ ക്യാരക്ടറായിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് തമിഴിൽ ഇതൻ കാതൽ പുസ്തകം എന്ന് പറയുന്ന ഒരു മൂവിയിൽ ചെയ്തു. അങ്ങനെ ഒരു കുറച്ച് ഫിലിംസ് ചെയ്തു. എന്തിനാ കണ്ടിന്യൂ ചെയ്യാത്ത? അതിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട്. അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ്, അതിനു വേണ്ടി നിങ്ങൾക്ക് ഫിലിംസ് വേണ്ടാന്ന് വെച്ചു? ഫിലിംസ് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ റോളുകൾ നമുക്ക് വരുന്നു. പിന്നെ രണ്ടാമത്തേത്, അപ്പോൾ നല്ല പെരിയ റോൾ വന്നാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യോ? ഇല്ല. ഫസ്റ്റ് നമ്മൾ നമുക്ക് അവസരങ്ങൾ തരാമെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ചോദിക്കുന്നത് ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എനിക്ക് താല്പര്യമില്ല. അപ്പം നമുക്ക് നമ്മളുടേതായ രീതിയിൽ മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അങ്ങ് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ബി ഗ്രേഡ് ഫിലിംസ് കിട്ടിയാലോ അതിൽ ആക്ട് ചെയ്യോ? ബി ഗ്രേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ അവസരങ്ങൾ വന്നിട്ടില്ല. ചെയ്യോ? ഇല്ല. അങ്ങനെ ചെയ്യുന്നത് ബെറ്റർ അല്ലേ? ഈ ഇൻസ്റ്റായിൽ നിങ്ങൾ പോസ്റ്റ് ഒക്കെ ഇടുന്നത്, അതിവിടെ ഫിലിമിൽ ചെയ്യുന്നത് ബെറ്റർ അല്ലേ? ബിക്കിനി അല്ലേ ഇൻസ്റ്റയിൽ ചെയ്യുന്നത്? എല്ലാവരും സ്വാഭാവികമായിട്ടും ചെയ്യുന്നതല്ലേ? എല്ലാവരും ചെയ്യുന്നുണ്ടോ? എന്തോരം പേര് ബിക്കിനീസ് ചെയ്യുന്നുണ്ട്, ഷൂട്ട് ചെയ്യുന്നുണ്ട്, അവർ തന്നെ പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പേരല്ലേ നമ്പർ 1 എത്തിയത്? ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട്. ഇപ്പോൾ ഷക്കീല മാമിനെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് വന്നപ്പം തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വ ഉടമയാണ് മാം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ ഗൗരിയുടെ പിക്ചേഴ്സ് നോക്കിക്കൊണ്ടിരിക്കും. ഞാനൊരു നല്ലൊരു സാരി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് വേണ്ട, തിരിച്ചൊരു മറുപടി വരും, ബിക്കിനി ഇട്ട് വരുമോ ഗൗരി എന്നുള്ളത്. അപ്പം ബിക്കിനിയുടേതിന് വ്യൂസ് കൂടുതലും, സാരി നോർമൽ ലൈക്സ് കുറവും വരും. അപ്പം നമുക്ക് കണ്ടന്റിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് ബിക്കിനി, അല്ലാതെ വേറൊന്നും അവർ വന്നിട്ട് പ്രതീക്ഷിച്ച് പറയത്തില്ല ഗൗരി ഇന്നത് ഇടുന്ന് പറയില്ല. ബിക്കിനിയിൽ അവർക്ക് ഇപ്പം ഫോളോവറിലുള്ളവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ബിക്കിനി കൂടുതലായിട്ടും ചെയ്യണം. ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്ത് ഇതൊക്കെ നിങ്ങളുടെ ഫാമിലി കണ്ടിട്ടുണ്ടോ? ആ ഫാമിലിക്ക് അറിയാം, ചേച്ചിക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. ഹസ്ബൻഡിന് അറിയാം. അവരൊന്നും പറഞ്ഞില്ലേ? ബിക്കിനി എന്ന് പറയുന്ന ഒരു മോശം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം ഒരു കമ്പനിയുടെ ഞാൻ പറഞ്ഞില്ല, ബിക്കിനി അതിൻ്റെ അകത്ത് കമന്റ്സ് വരുന്നത് മാത്രം നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കാൻ നിൽക്കരുതെന്ന് പറയാറുണ്ട്. പിന്നെ സപ്പോർട്ട്, ചേച്ചിയൊക്കെ സപ്പോർട്ടാണ്. എപ്പോഴായാലും ഈ ബോയ് ഫ്രണ്ട്സും ഹസ്ബൻഡും ഇവരൊക്കെ വളരെ പൊസസീവ് ആവും അല്ലേ? അതെങ്ങനെ നിങ്ങളുടെ ഹസ്ബൻഡ് ബീങ് ലവ്ഡ് ഹസ്ബൻഡ്, ലവ് ചെയ്ത് ലവ് മാരേജ് ആയ ഹസ്ബൻഡ് ഇങ്ങനത്തെ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യാൻ എങ്ങനെ സമ്മതിച്ചു? പ്രശ്നം വീട്ടുകാർക്കില്ല. അവർക്ക് ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതിൽ ഇപ്പം ബിക്കിനീസ് ഇടുന്നതിന് പ്രശ്നം പറയണില്ല. അതിൽ വരുന്ന കമൻസ് നോക്കിയിട്ട് മറുപടി മാത്രം ഞങ്ങളോട് കരഞ്ഞുകൊണ്ട് നിൽക്കാൻ പാടില്ല. അത് വീട്ടിലെല്ലാവരും പറയുന്നതാണ്. പിന്നെ ഞാൻ കൂടുതലും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. ഈ ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടോ? ഇൻസ്റ്റാഗ്രാം ബ്ലോക്ക് അമ്മ. ആണോ? എന്തിന്? അതിൻ്റെ അകത്ത് റീൽസിലും 2 ഫോട്ടോയ്ക്കും ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ട്. അതിൽ പേയ്മെന്റ് ഉണ്ടായിരുന്നു, പേയ്മെന്റ് ഇല്ല എന്ന് ഞാൻ പറയില്ല, പേയ്മെന്റ് കിട്ടുന്നുണ്ടായിരുന്നു. ഓരോ മാസവും നല്ലൊരു എമൗണ്ട് നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണോ വീട്ടിലെല്ലാം ഓക്കെ പറഞ്ഞത്? വീട്ടിൽ ഓക്കെ എന്ന് പറയുമ്പം പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഓഫ് ഓൾ ഇൻസ്റ്റയിലെ വരുമാനം ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് ഈ പറയുന്നതെന്ന് പറയുന്നത്. നമ്മൾ അത് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഇപ്പോൾ ഒരാൾക്ക് ഭക്ഷണമില്ലെങ്കിൽ ഞാൻ ഒരു ഓണം വന്നു, അപ്പോൾ 2 പേർക്ക് അല്ലെങ്കിൽ പഠിക്കാൻ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പൈസ, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞാൻ കൊടുക്കുന്നു. പിന്നെ എൻ്റെ ആവശ്യങ്ങൾ, ഇപ്പം എനിക്കൊരു നല്ലൊരു ഡ്രസ്സ് വേണമെങ്കിൽ എൻ്റെ കയ്യിലെ കാശ് കൊടുത്തിട്ടാണ് ഞാൻ മേടിക്കുന്നത്. ഇതിനാരും ഞാൻ ഫാമിലിയിലെയോ അല്ലെങ്കിൽ ഹസ്ബൻഡോ മറ്റുള്ളവരെ ആരും ചോദിച്ച് അങ്ങോട്ട് എനിക്ക് പൈസ വേണം, ഇന്നതിന് വേണം അത് ചോദിക്കാലോ, അതൊന്നും തെറ്റില്ലല്ലോ. ഹസ്ബൻഡിനെ ചോദിച്ച് എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നത് അങ്ങനെയല്ല. അത് ഞാൻ ചെറുപ്പം മുതലേ വന്നൊരു സാഹചര്യം കൊണ്ട് ഞാൻ അങ്ങനെ അവരോട് എനിക്ക് ഇന്നത് വേണം എന്ന് ആരോടും ഞാൻ പറയില്ല. ഇപ്പൊ അച്ഛനോടായാലും അമ്മയോടായാലും ആരോടും, ഹസ്ബൻഡിനോടായാലും ആരോടും പറയില്ല. നമ്മുടെ ഇതായിട്ട് തന്നെ നമ്മൾ പോകുന്നു. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഒരു 6-7 മാസം കൊണ്ട് നമുക്കൊരു വരുമാനം സോഷ്യൽ മീഡിയയിൽ നിന്ന്, ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എനിക്കില്ല. എനിക്ക് സ്റ്റിൽ ആ ഡൗട്ട് ഉണ്ട്. ഇപ്പോൾ
ഇപ്പൊ എന്റെ ഫാമിലിയിൽ എന്നെ എല്ലാവരും ഒതുക്കി വെച്ചു. ഇത് എല്ലാം ഇപ്പൊ ഞാൻ ഇത് എങ്ങനെ ഇത് പോസിബിൾ? നിങ്ങളുടെ ഫാമിലിയിൽ ഇത് കേട്ടു? എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചിയുണ്ട്, എൻ്റെ കസിൻ ചേച്ചിയാണ്. കാരണം നമ്മുടെ സാഹചര്യങ്ങൾ അറിയാം, നമ്മൾ സ്ട്രഗിൾ ചെയ്തു വന്ന ഒരു ലൈഫുണ്ട് എനിക്ക്. കാരണം നമ്മൾ കഷ്ടതയിൽ, ഞാൻ എൻ്റെ ചെറുപ്രായം മുതൽ പറയുന്ന അപ്പുറത്തെ വീട്ടിൽ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ തരുമ്പോൾ അവിടെ നിന്ന് നമ്മൾ നോക്കിയിരിക്കും ഒരു സമയത്തിന് നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട്. കാരണം എൻ്റെ അമ്മ പോയി ജോലി ചെയ്ത് കൊടുത്തിട്ടായിരിക്കും ഒരു നേരത്തെ ഭക്ഷണം അവിടെ നിന്ന് നമുക്ക് തരുന്നത്. അച്ഛൻ ഗൾഫിൽ പോയിരുന്ന സമയം എന്ന് പറയുമ്പം ഫസ്റ്റ് സാലറി ഒന്നുമില്ല. ഒരു കൊല്ലം 6-7 മാസം കഴിഞ്ഞിട്ടാണ് അച്ഛന് സാലറി കിട്ടുന്നത്. അമ്മ അപ്പുറത്തെ വീട്ടിലെ പശുവിനെയൊക്കെ കറക്കാൻ പോകും. അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന ഭക്ഷണം കിട്ടിയിട്ട് നമ്മൾ അത് കഴിച്ചിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കും എന്ന് പറയും. അമ്മ കഴിക്കാൻ അമ്മയ്ക്ക് കൊടുക്കുന്നത് ഞങ്ങൾക്ക് കൊണ്ടുതരും. ഞങ്ങൾ 2 മക്കളാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാനൊരു ബിക്കിനി ഇടുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ ബിക്കിനീസ് നമ്മളൊരു കമ്പനിയുടെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്തു. അവിടെയും നമുക്ക് പേയ്മെൻറ്റുകൾ തരാതെ വന്നു. ഇപ്പൊ ഈ ഒരു കമ്പനിയുടെ കീഴിൽ നമ്മൾ അടിമയെ പോലെ ജോലി, ഇപ്പൊ മാം പറഞ്ഞില്ലേ മാമിന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതേപോലെ നമ്മളിപ്പം ഒരു കമ്പനിയുടെ കീഴിൽ ഈ ബിക്കിനി ഷൂട്ട് ചെയ്തിട്ട് അവർ കാശ് നല്ലതുപോലെ മേടിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തരുന്ന എന്താ 10,000 അല്ലെങ്കിൽ 50,000 രൂപ താഴോട്ടാണ്. അപ്പൊ അവിടെ വരുന്ന രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ്, നമ്മൾ നമ്മുടെ ശരീരം കൊണ്ടുപോയി പാഴാക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? അപ്പൊ എനിക്കിതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ തന്നെ കോസ്റ്റ്യൂം, നമുക്ക് ഓരോ ബോട്ടിക്കുകൾ, നമുക്ക് ബിക്കിനീസും മറ്റുള്ള സാധനങ്ങളും നമുക്ക് തരും. നമ്മൾ തന്നെ ഷൂട്ട് ചെയ്ത് കണ്ടന്റ് ആക്കി കൊടുക്കും. അപ്പോൾ അവർ നമുക്ക് അതിനുള്ള പേയ്മെന്റ് തരും. ഇങ്ങനെയാണ് ഞാൻ മുൻപോട്ട് പോകുന്നതെന്ന് പറയാം. മനസ്സിലായി. ഇപ്പൊ ഞാൻ ആ ചോദ്യം ഉണ്ടായിരുന്നു. ഇത്രയ്ക്ക് ഫോട്ടോസ് ഇങ്ങനെയൊക്കെ ബിക്കിനി ഇട്ടിട്ട് എന്തുകൊണ്ട് അത്ര ആവശ്യം വന്ന് അന്ന് ഞാൻ ആ ചോദ്യം വെച്ചിരുന്നു. പക്ഷെ നിങ്ങളിപ്പോ പറഞ്ഞു ചെറുപ്പത്തില് കഷ്ടം കണ്ടിട്ട് ഇനി ആ കഷ്ടം വേണ്ട. നമ്മുടെ സാഹചര്യം കൊണ്ടാണ്. നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ലേ, സാരി ഉടുത്തു കഴിഞ്ഞാൽ അത് കാണാൻ ആൾക്കാരില്ല, ബിക്കിനീസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാണാൻ ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഒരു വരുമാനം, നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമ്മുടെ ലൈഫ് മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് നമ്മൾ ഇതിൽ ഇറങ്ങി തിരിച്ചു. ഇനി എനിക്ക് ബാക്കിലോട്ട്, ഇപ്പം മാമിനിപ്പം ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാം ആ വർക്ക് ചെയ്യും. ഇപ്പം പഴയ കാലഘട്ടത്തിൽ ഞങ്ങളിപ്പം മാമിൻ്റെ ഷക്കില മാം എന്ന് പറയുമ്പോഴത്തേക്ക് അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് ഇന്നതാണ്, അല്ലെ മാം ഇന്നത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല. മാമിൽ ആൾക്കാരിൽ ഇഷ്ടപ്പെടുന്ന ഒരു പേരുണ്ട്. അപ്പം അങ്ങനെ വെച്ചിട്ട്, അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ പറയുന്നതും കേട്ടിട്ട് നമ്മൾ കരഞ്ഞുകൊണ്ട് ലൈഫിനെ നമുക്ക് കളയാൻ പറ്റില്ല. അപ്പം എനിക്കിനി മുൻപോട്ട് വരണം. മുൻപോട്ട് വന്ന് നമുക്ക് പ്രായം ആകും, ഒരിടത്ത് നമ്മൾ ഇരുന്നു പോകും. ആ സമയത്ത് എനിക്ക് ഏണിങ് വേണം. എന്നെ ആരിപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അല്ല എൻ്റെ ഫാമിലി നോക്കാനില്ലെങ്കിലും എനിക്ക് ജീവിക്കണ്ടേ, എനിക്ക് പോയി ചാവാൻ പറ്റൂലല്ലോ. അപ്പം ഞാൻ തിരഞ്ഞെടുത്തതാണ് ബിക്കിനീസ്, മറ്റുള്ള കോസ്റ്റ്യൂംസ് ഞാൻ തിരഞ്ഞെടുത്തതാണ്. ഓക്കെ. ഇപ്പോൾ കുറേ ഹീറോയിൻസ് ഉണ്ടല്ലോ, നമ്പർ 1 ഹീറോയിൻ, നമ്പർ 2 ഹീറോയിൻ, ഇവരൊക്കെ ബിക്കിനി ഇട്ടിട്ട് സോങ്സ് കൂടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരിന് ആക്ട്രസ്, അവർ ഹീറോയിൻസ് എന്ന് പറയും. പക്ഷേ നിങ്ങൾ പോലെ സ്ത്രീകൾ ഇട്ടാൽ അവരെ വേറെ ഒരു രീതിയിൽ കാണുന്നുണ്ട്. അതേക്കുറിച്ച് നിങ്ങളുടെ വിചാരം എന്താ? ഞങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാമിന് വേറെ ഒന്നും ഇതായിട്ട് തോന്നരുത്. ഞാൻ പറയുന്ന വേർഡുകൾ വേശ്യ, വെടി എന്നൊക്കെയുള്ള വേർഡുകളാണ് അതിൽ വരുന്നതെന്ന് പറയുന്നത്. അത് എനിക്ക് പറയണ്ടെന്ന് അത് ഞാൻ പറഞ്ഞില്ല അങ്ങനത്തെ വേർഡ്. മാം ഇപ്പൊ ഞാൻ പറയുന്ന സ്വാഭാവികമായിട്ടും നമ്മളുടെ പോസ്റ്റിലോ അതിന്റെ പിക്ചേഴ്സിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പം നമ്മളിത് കേട്ട് എത്രത്തോളം നമ്മൾ കേൾക്കാമോ അത് കേൾക്കും. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു കമന്റ് ചിലതിൽ വരും, ചിലതിൽ വരില്ല. പക്ഷെ നേരത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊരു സാധനം ഇട്ടാലും, ഒരു സാരി എടുത്താലും അമ്മച്ചി, കിളവി, ഇങ്ങനെയുള്ള വേർഡുകളാണ് അവിടെ വന്നുകൊണ്ടിരിക്കണേന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ കുറവാണത്. ഈ ഇൻസ്റ്റയിൽ ഇങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്, ഈ ബിക്കിനി വിട്ടിട്ട് ഓൺലി ഫാൻസ് അതിൽ എല്ലാവരും ഇൻ ദ സെൻസ് ഇൻവൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാ. നമ്മൾ ഇപ്പോൾ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ്, മോഡൽസ് ഇതുപോലുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ അവർ അത്യാവശ്യം കണ്ടന്റുകളും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനും എനിക്കൊരു വരുമാനം ഞാൻ നോക്കുന്നുണ്ടല്ലോ. അപ്പം ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നതിൽ എക്സ്ക്ലൂസീവ് അവിടെ ഇടുന്നു എന്നുള്ളത് മാത്രം. സോ അതിൽ നിന്നിട്ട് വലിയ വലിയ സെലിബ്രിറ്റീസും പൈസ ഇറക്കുന്ന ആളുകളും പേഴ്സണലായിട്ട് നിങ്ങൾ ഡേറ്റിംഗ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒക്കെ വിളിക്കുന്നുണ്ടോ? മെസ്സേജുകൾ വരാറുണ്ട്. നിങ്ങൾ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. ഇല്ല. അതിൻ്റെ അകത്ത് ഞാനൊരു എമൗണ്ട് ഇട്ടിട്ടുണ്ട്. ആ എമൗണ്ട് മുടക്കി കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഡയറക്റ്റ് നമ്മളിപ്പോൾ ഒരു കോഫി കഴിക്കാൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ഫുഡ് ആണെങ്കിലും ഡേറ്റിംഗ് അതിലൊരു എമൗണ്ട്, ഈ എമൗണ്ട് കൊടുത്തു കഴിച്ചാൽ അതിലിട്ടാൽ നിങ്ങൾ പോവും. അങ്ങനെ നമുക്ക് ആ ഓപ്ഷൻ വരുമ്പോൾ അത് നമുക്കിപ്പം പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതിൽ റീഫണ്ട് അവർക്ക് ചെയ്തു കൊടുക്കണം.
അവർ മുടക്കുന്ന കാശ് അവർക്ക് തന്നെ തിരിച്ച് റീഫണ്ട് ചെയ്യണം. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് നിങ്ങൾ പോവല്ലേ, അത്ര പേയ്മെന്റ് കിട്ടിയാ പോവും? ഇല്ല ഞാൻ പോയിട്ടില്ല. അതെങ്ങനെ? ഇല്ല, ഇപ്പൊ ആ അമൗണ്ട് പിന്നെ എന്തിനാ ഇട്ടത്? അത് നമ്മൾ അതിൻ്റെ അത് സബ്സ്ക്രിപ്ഷൻ പ്ലാൻസിൽ ഇട്ടിരിക്കുന്ന ഒരു ഇതാണ്. നമുക്ക് അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകില്ല, വന്നിട്ടില്ല പോകുകയില്ല, പേയ്മെന്റ് നമ്മൾ അങ്ങനെ വിഡ്രോയിൽ ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ, നമ്മൾ എടുക്കില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ അവരത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും, ഗൗരിയുടെ പേരിൽ അവർ ഇന്നത് ചെയ്തു എന്നുള്ളത്. പേയ്മെന്റ് മുടക്കിയിട്ടുണ്ടെങ്കിൽ അവർ കറക്റ്റ് അത് കാണിക്കോടെ ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്നിടും. ഇങ്ങനെ ഒരു റേറ്റ് ഇട്ടിരിക്കുന്നത് എൻ്റെ കൂടെ കോഫി ഡ്രിങ്ക് ചെയ്ത ഞാൻ ഇത്ര നിക്ക് അപ്പോ ഇത് നീ ചീറ്റ് ചെയ്യാൻ പോയില്ല? ആയില്ലോ. ഇല്ല, ഞാൻ അതിനകത്ത് 5000 രൂപ എങ്ങനെ കണ്ട ഒരു കോഫി ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഒരാൾ വന്ന് പേയ്മെന്റ് മുടക്കിയിട്ടുണ്ടെങ്കിൽ അവർ സ്ക്രീൻഷോട്ടുമായിട്ട് വരട്ടെ, ഞാൻ പോയി കോഫി കുടിക്കാം. പക്ഷെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നിട്ടില്ല. ഞാൻ അതിൽ പേയ്മെന്റ് 5000 ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇന്ന് വരെയും ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ആപ്പിലുണ്ട്, പക്ഷെ ഇന്ന് വരെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ആരെങ്കിലും അതിൻ്റെ പേയ്മെന്റ് മുടക്കിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികൾ സ്ക്രീൻഷോട്ടുമായിട്ട് ഏതെങ്കിലും ഒരു പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ട് ഗൗരിയുമായിട്ട് കോഫി കുടിക്കാൻ ഞാൻ ഇതെടുത്തിട്ടുണ്ടായിരുന്നു, ഗൗരി വന്നിട്ടില്ല എന്ന് പറയുവാണെങ്കിൽ ഞാൻ അവർ പറയുന്നിടത്ത് ഞാൻ ചെല്ലാം. ആരും വരില്ല, അങ്ങനെ ചെയ്തിട്ടില്ല അതിൻ്റെ അകത്ത്. അതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് പറയാം. ഓക്കെ. ഇപ്പോൾ ഇങ്ങനത്തെ ആപ്പുകൾ കുറേ കൺട്രീസിലുണ്ട്. അതെ. പക്ഷെ കേരളത്തിൽ നിന്ന് നിനക്ക് ഒരു സ്ത്രീ ആയിട്ട് കേരളത്തിൽ നിന്ന് ഈ ഓപ്പർച്യൂണിറ്റീൻ്റെ ഭാഗമാവാൻ എങ്ങനെ എനിക്ക് ധൈര്യം കിട്ടി? ഒരുപാട് മലയാളി മോഡൽസുകൾ ഇതുപോലുള്ള ഓൺലി പ്ലാറ്റ്ഫോമിൽ ഉണ്ട്. ഞാൻ മാത്രമല്ല മാം ഉള്ളതെന്ന് പറയണേ, ഒരുപാട് പേരുണ്ട്. ഒരുപാട് മലയാളി കുട്ടികളല്ലേ. പക്ഷെ ഫസ്റ്റ് ഈ റൂട്ട് കാണിച്ചു കൊടുത്തത് ഗൗരിയല്ലേ? ഞാനൊന്നുമല്ല. പിന്നെ നിനക്ക് ആര് ഈ റൂട്ട് കാണിച്ചു കൊടുത്തത്? ഒരുപാട് പേര് ചെയ്യുന്നതിൽ ഞാൻ മെയിൽ ID കൊടുത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കയറി എന്നുള്ളതാണ്. പക്ഷെ ഇല്ലല്ല, നിന്നെ കണ്ടിട്ടാണ് ഇത് കുറേ ഇവരൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കൊരു ന്യൂസ് കിട്ടിയതാ. അത് ചുമ്മാ പറയുന്നതാണ് മാം, ഞാൻ അങ്ങനെയൊന്നും ചെയ്ത് എന്നെ കണ്ടിട്ടല്ല. അതിനു മുമ്പ് ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഒരുപാട് വ്യക്തികളുണ്ട്. നിനക്ക് ഇൻസ്പിറേഷൻ ആരെങ്കിലും? ഞാൻ ഒരുപാട് പേരുടെ കണ്ടിട്ടുണ്ട്. നിനക്ക് മോഡലായിട്ട് എടുക്കുന്നത്? നമ്മുടെ മലയാളത്തില് സണ്ണി ചേച്ചി ഉണ്ട്, പിന്നെ കേരളത്തിൽ 2-3 പേര്. നമ്മൾ അത് പേര് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റിൽ അതൊരു പ്രശ്നം വരുമെന്നും വെച്ചുകൊണ്ട് ഞാൻ പേര് ഇതിൽ പറയണില്ല. അങ്ങനെ 2-3 വ്യക്തികളുടേത് ഷൂട്ടിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ കണ്ടന്റുകൾ കണ്ടിട്ട് തന്നെയാണ് നമ്മളിതിലേക്ക് വന്നതെന്ന് പറയുന്നത്. ഇവരെ മാതിരി ഞാൻ പോകണമെന്ന് വെച്ചത് ആരായ ഇൻസ്പിറേഷൻ ആയിരുന്നു? ഇവരെ പോലെ ആകണമെന്നൊരിക്കലും എനിക്ക് ഇപ്പൊ ഒരു ഷക്കീല മാം ഇപ്പം ഇവിടെ എന്റെ മുൻപിൽ ഇരിക്കണു, മാമിനെ പോലെ എനിക്ക് ആവാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ അത് ആവണമെങ്കിൽ നിനക്ക് 2000 പോയി ഒരു വേവ് ഉണ്ടാക്കണം. അങ്ങനെയുള്ളൊരു ഇതിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് അങ്ങനെ സൈസ് ഇല്ലല്ലേ? അതെ, സൈസ് ഇല്ല. ഓക്കെ, നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, രശ്മി ചേച്ചി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരത്തി ഇത് മറ്റേ ഫോട്ടോസ്, ബിക്കിനീസ് ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അവരുടെ ഫസ്റ്റ് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം മാമിനെ ഇഷ്ടമാണെന്ന് പറയുന്ന പോലെ പുള്ളിക്കാരത്തേനെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അവർ ഓരോ ഫോട്ടോഷൂട്ടുകൾ ചെയ്യുന്നു, അവരുടെ ഇതുപോലെ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത ഓരോ സോഫ്റ്റ്വെയറുകളുണ്ട് അതിൻ്റെ അകത്ത്. അങ്ങനെ അപ്പം നമ്മളത് ജസ്റ്റ് നോക്കി അപ്പം അങ്ങനെ വന്നതാണ് നമ്മളൊന്നും പറയുന്നത്. അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കിയ ഒരാളെ അല്ലെങ്കിൽ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞിട്ടല്ല. ഈ ആപ്പിൽ എങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്? ബിക്കിനീസ് ഫോട്ടോസ്, ഓൺലി ഫോട്ടോസ്? ബിക്കിനീസ് ഫോട്ടോസ് വീഡിയോ കോളിലൊക്കെ കാണുന്നത്? അതിൽ നമ്മൾ വന്നിട്ടില്ല. അതല്ലേ മാമിനോട് ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, കോഫിയുടെ റേറ്റ് ഇട്ടിട്ടുണ്ട്, വീഡിയോ കോൾ ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. വീഡിയോ കോൾ ഓപ്ഷൻ എനിക്കില്ല അതില്. കോഫി മാത്രമേ ഉള്ളൂ, വീഡിയോ കോൾ ഓപ്ഷൻ ഇല്ല. അത് കട്ടാ. അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ ചെയ്യില്ല. ചെയ്യുന്നെങ്കിൽ ഇപ്പൊ മാമിന്റെ അടുത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാമിനോട് എനിക്ക് പറയാൻ പറ്റും. ഞാൻ ചെയ്തിട്ടില്ലാത്തത് ചെയ്തിട്ടില്ല. ബിക്കിനീസ് ഓൾമോസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബിക്കിനീസ് ഒരുപാടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്താ പറയുക, ഇൻസ്റ്റയിലും ഉണ്ട്, ഫേസ്ബുക്കിലും ഉണ്ട്, ആപ്പിലും ഉണ്ട്. അല്ലാതെ വീഡിയോ കോൾ ഓപ്ഷൻ ഇല്ല, ചെയ്തിട്ടില്ല. അതിൻ്റെ അകത്ത് നേരത്തെ വീഡിയോ കോൾ ഓപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു തുടക്കത്തില്, പക്ഷെ വീഡിയോ കോൾ ഓപ്ഷൻ ഇല്ല. തുടക്കത്തിൽ നമുക്ക് വീഡിയോ കോൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഇപ്പൊ ഇത്ര ഫോളോവറോ അല്ലെങ്കിൽ ഇത്ര ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമല്ല. ഇപ്പം അതിൻ്റെ അകത്ത് ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ കോൾ വരുമായിരിക്കും, പക്ഷെ അത് ഇട്ടിട്ടില്ല. ഹോണസ്റ്റ് ആയിട്ട് പറ. ഐ തിങ്ക് സംവെയർ യു ആർ ലാക്കിംഗ് ഹോണസ്റ്റി. ബിക്കോസ് ഞാൻ കേട്ടിട്ടുണ്ട് പേഴ്സണലായിട്ട് നിന്നെക്കുറിച്ച് എല്ലാം தெரிஞ்சிட்டான்னு ഞാൻ ഇവിടെ വന്നത്. പല സെലിബ്രിറ്റീസും പല പൈസ കൊണ്ട് പെരിയ ആட்களுം നിന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, നീ അങ്ങനെ പോവാറുണ്ടെന്നാ? ഇല്ല മാം, ഇല്ല. അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും വന്നിട്ടൊന്നും ഇല്ല. എൻ്റെ അടുത്ത് തെളിവുണ്ടെന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? ഇല്ലെന്ന് പറയും. ഇല്ലെന്ന് നീ പറയുന്നത് എങ്ങനെയാ? ഇത് എൻ്റെ അടുത്ത് ഉണ്ടല്ലോ.
എൻ്റെ കയ്യിലില്ല എന്ന് ഞാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ടില്ല. അങ്ങനെ എനിക്കറിയില്ല. ഇനി തെളിവ് എന്താ AI ക്യാമറ വെച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്തിട്ട് അത് തെളിവാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാനാണെന്ന് ഞാൻ പറയാൻ പറ്റില്ല. കാരണം ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. ഇത് ഇപ്പോൾ അത് പുതിയ ട്രെൻഡായി. എല്ലാം ചെയ്തിട്ട് പിന്നെ അത് AI എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ഹോണസ്റ്റ് ആയിട്ട് പറയാം എൻ്റെ അടുത്ത്. എൻ്റെ പൊന്നു മാമി, ഇല്ല, അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. ഇല്ല ഇല്ല, ക്യാമറ മുன்னாடி പറയാൻ പേടിയാണോ? ഇല്ല, സത്യമായിട്ടും ഇല്ല. ഉണ്ടെങ്കിൽ നമുക്ക് പറയുന്നതിന് ഇപ്പം എന്നാ, ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഇതൊക്കെ ചെയ്യാതെ നിങ്ങൾക്ക് ആ പേര് ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലേ, ഈ പേര് ഇവിടെ ഇപ്പം കിട്ടിയില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ എന്തു ചെയ്യാതെ നിങ്ങൾ പറയുന്നത് ഞാൻ എന്തു ചെയ്തില്ല, പക്ഷെ ആ പേര് കിട്ടിയില്ല. ബിക്കിനീസ് ചെയ്യുമ്പോൾ അതിൽ പറയുന്ന വേർഡുകളാണ് നമ്മൾ തലയും ഇതും ഇല്ലാതെ കുറേ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് അക്കൗണ്ടിൽ വന്നിട്ട് മോശമായിട്ട് കമന്റ് ഇടുന്ന ആൾക്കാരാണ്. അതിപ്പം വേറെ ഏതെങ്കിലും ആൾക്കാരുടെ ടീമാണോ അല്ലെങ്കിൽ മറ്റുള്ളതെന്നോ നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾ അങ്ങനെ പൊതുവേ വന്ന് പറയാറുണ്ട്. ഞാൻ പല ഇന്റർവ്യൂസിലും അത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ സെലിബ്രിറ്റീസ് ആരുടെയും കൂടെ ഒന്നും ഞാൻ പോയിട്ടൊന്നും ഇല്ല. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് എവിഡൻസ് ഉണ്ട്, ഹോണസ്റ്റ് ആയിട്ട് പറയാം. പൊന്നു മാം, ഇത് തന്നെ നിരന്തരം ഞാൻ കേട്ടോണ്ടിരിക്കുന്ന ഒരു വേർഡാണ്. അല്ലാതെ ഞാൻ ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്തിട്ടുണ്ടോയെന്ന് ഞാൻ പറയുന്നതിന് ഇപ്പം എന്നാണ്? കാരണം ഞാൻ കേട്ട് മടുത്തു. നമ്മൾ ഈ ഒരു ഫീൽഡിൽ വന്ന നാൾ മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ചെയ്തിട്ടുണ്ടോയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അയ്യോ, ഓക്കെ ഗൗരി, അല്ലല്ല അങ്ങനെയല്ല. സോറി, ഞാൻ അങ്ങനെ നിന്നെ ഹേർട്ട് ചെയ്യാൻ പറഞ്ഞതല്ല മോളെ. ഓക്കെ, സോറിയാ, ഞാൻ നിന്നെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയില്ല. സത്യം ഗൗരി, ഇതൊക്കെ എനിക്കും നടന്നിട്ടുണ്ട്. സോ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. ഞാൻ വളരെ ഗ്ലാമറായിട്ട് ആക്ട് ചെയ്യും. പക്ഷേ ഈ കാര്യങ്ങൾ നമുക്ക് അത്ര പൈസ കിട്ടിയിട്ടുണ്ട് ആ ടൈമിൽ, അത്ര ലാക്സ് പെർ ഡേന്. അപ്പോൾ എനിക്ക് എന്തിനാ ഈ കാര്യം ചെയ്യണം? അത് ഞാൻ പറഞ്ഞപ്പോൾ ആർക്കും മനസ്സിലായില്ല. സോ സെയിം സിറ്റുവേഷനാണ് ഗൗരി ഇപ്പോൾ. കാരണം നമ്മളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ ആശുപത്രിയിൽ കിടന്നു. അപ്പം ഞാൻ വിചാരിച്ചത്, ഒരുപാട് പേരോട് ഞാൻ ക്യാഷ് ചോദിച്ചിട്ടുണ്ട്. കാരണം അച്ഛൻ ICUവിൽ, അച്ഛൻ മദ്യപാനിയാണ്. നാട്ടിൽ വന്നു, ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന് മദ്യത്തിന് അഡിക്റ്റായി. പുള്ളിക്ക് 1 ബോട്ടിലോ 1.5 ബോട്ടിലൊക്കെ ഒരു ദിവസം കൊണ്ട് കുടിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ കിടക്കും. ഞാനാണ് വണ്ടി വിളിച്ചിട്ട് പോയി വീടിൻ്റെ അവിടെ ഉള്ളവരെ വിളിച്ച് പറയും, വീട്ടിൽ കൊണ്ടുവന്നിട്ട് കിടത്തും. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം എനിക്കുണ്ട്. എൻ്റെ ലൈഫ് ഇപ്പം നമ്മൾ ഈ ബിക്കിനി മാത്രമല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ബിക്കിനീസിലെ ഗൗരീനെ കണ്ടിട്ടുള്ളൂ. അല്ലേ, അല്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾ ആരും അറിയണില്ല. അപ്പോൾ അച്ഛൻ ആശുപത്രിയിലായ സമയം ICUവിൽ വീട്ടുകാരോട് ഞാൻ ചോദിച്ചു, എനിക്ക് 10,000 രൂപ തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വീട്ടുകാരന് ഫാമിലിയിൽ അപ്പൻ്റെ അനിയന്മാരെല്ലാം നല്ല നല്ല രീതിയിലാണ് താമസിക്കുന്നതെന്ന് പറയണേ. അപ്പം അച്ഛൻ ആശുപത്രിയിലെ ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എൻ്റെ കയ്യിൽ കാശെന്ന് പറയുന്ന ഒരു 5 ലക്ഷം രൂപ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്. അത് നമ്മൾ ഓരോ ദിവസം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ ICUവിൽ കിടക്കുമ്പം ഇപ്പോൾ ഒരാൾ ബില്ല് തരുമ്പോഴത്തേക്ക് ആ ബില്ലിന് നമ്മൾ അപ്പം തന്നെ അത് ചെന്ന് അടയ്ക്കണം. അപ്പം പൈസ തികയാതെ വരുമ്പോൾ അച്ഛൻ്റെ അനിയന്മാരോട് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ആരുടെ കയ്യിലും ഇല്ല. അപ്പം ഞാൻ നോക്കുമ്പം എനിക്ക് സെല്ലിങ്, പിന്നെ ഇൻസ്റ്റഗ്രാമിൽ പിക്ചേഴ്സ് ഇടുന്നു. എൻ്റെ വരുമാനം എന്ന് പറയുന്നത് എനിക്ക് വരുമാനത്തിൽ നിന്ന് കിട്ടിയിട്ട് എൻ്റെ അച്ഛനെ ഞാൻ സേഫാക്കി ഒരിടത്തിരുത്തി, മരണത്തിൽ നിന്ന് രക്ഷിച്ച് 1 മാസത്തോളം ICUവിൽ കിടന്നു, വീട്ടിൽ കൊണ്ടുവന്നാക്കി. അപ്പോഴും ഈ പറയുന്ന ആൾക്കാർ നമുക്ക് സപ്പോർട്ടില്ല. ഇപ്പം മാം എന്നെ ഓരോന്നിരുന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ്. ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് പറയുന്നതിന് പ്രശ്നമില്ല. പക്ഷെ ചെയ്യാതെ നമ്മളിത് കേട്ടോണ്ട് ഡെയിലി നമ്മളിത് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിത് എപ്പോഴും ഇത് പറയുമ്പോഴത്തേക്ക് എനിക്ക് വിഷമം വരുന്നൊരു കാര്യമാണ്. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നത്. നിന്നെ കുറിച്ച് പറയാറുണ്ടല്ലോ, ഇവരൊക്കെ നിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരാ. നിന്റെ ഫോട്ടോസ് കണ്ടിട്ട് തന്നെ അവരിതൊക്കെ ചെയ്യുന്നത്. സോ നീ ഈ സൊസൈറ്റിക്ക് എന്ത് പറയാൻ വിചാരിക്കുന്നത്? ജസ്റ്റ് സേ സംതിങ് ടു ദ ഓഡിയൻസ് ഓർ ദി സൊസൈറ്റി who watches you. കാരണം ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ഗൗരിയെല്ലാം നേരി കാണുമ്പോൾ എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിലിട്ട് ഒരു മനുഷ്യനെ ഞാൻ പിക്ചേഴ്സിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലിട്ട് സോഷ്യൽ മീഡിയയിൽ ആരെയും ഞാൻ മോശമായിട്ട് എൻ്റെ വീഡിയോ കാണുക അല്ലെങ്കിൽ ഇന്ന സൈറ്റ് ഉണ്ട് എന്നൊരു മനുഷ്യനെയും ഞാൻ അതിലേക്ക് കൊണ്ടുവരുന്നില്ല. കാരണം ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ചെയ്തു പോകാം. അത് തന്നെ അപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, ഞാനെന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് എന്നെ വിലയിരുത്തരുതെന്ന് മാത്രമേ എനിക്ക് പ്രേക്ഷകരോടായാലും ആരോടായാലും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. സോ ഗൗരി പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അത് ഓൺലി ഫോട്ടോസ് പിക്ചേഴ്സാണ്. പക്ഷേ ഗൗരി ഉള്ളിൽ ഒരു മനസ്സുണ്ട്,
എന്റെ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന സാഹചര്യവും ഞാൻ എല്ലാ മനുഷ്യരിലും ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ഒരാളെയാണോ മാമിന്റെ മുൻപിൽ ഇപ്പൊ ഞാൻ ഇരിക്കണേന്ന് പറയണേ. പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു ഇതുണ്ട്. ഞാൻ എന്റേതായ അടുക്കവും ചിട്ടയുമായിട്ട് ഒതുങ്ങി പോകുന്ന ഒരു വ്യക്തിയാണ്. കാരണം എനിക്ക് ഇന്നതെടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഗൗരിയാണോ എന്നും പറഞ്ഞ് എനിക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾക്ക് ഞാൻ ഇപ്പൊ അടുത്ത് നെക്സ്റ്റ് ഫാമിലി ഇല്ല, ഫ്രണ്ട്സ് അടുത്തൊക്കെ ആരുമായിട്ട് ഞാൻ വലിയ ഇതിൽ പോകില്ല. ഇല്ല, കാരണം അവർ നിന്നെ ഫ്രണ്ടായിട്ട് ഏക്കുന്നില്ല. ഫ്രണ്ടായിട്ടല്ല, ഫാമിലിയിൽ നമ്മളൊരു വിശേഷ ദിനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാനായിട്ട് കഴിവതും മാറി നിൽക്കാറേ ഉള്ളൂ. കാരണം എൻ്റെ റീല് കണ്ടിട്ട് അവർക്ക് അല്ലെങ്കിൽ ഫാമിലിക്ക് ഒരു പ്രശ്നം, ഞാൻ പറഞ്ഞല്ലോ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഒരു മൂലയിൽ കൂടി പോകുന്ന ഒരാളാണ് ഞാൻ എന്ന് പറയുന്നത്. ഒരിടത്തും ഒന്നിനും പോകില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഐ എം സീയിങ് മൈസെൽഫ് ഇൻ യു, മനസ്സിലായോ? എന്നെ ഞാൻ നിൻ്റെ വേഷത്തിൽ കാണുന്നുണ്ട്. കാരണം ഇത് സെയിം അവസ്ഥയാണ് എനിക്ക്. ഇപ്പോൾ വരയ്ക്കും എന്നെ ഫാമിലിയിലെ ഫങ്ഷൻസിൽ എന്നെ വിളിച്ചാലും ഞാൻ പോവില്ല. കാരണം അവർക്ക് നമ്മളായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ കുറ്റബോധമുണ്ടോ? എനിക്കൊരു കുറ്റബോധം ഇല്ല മാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മോശമായിട്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല. ഈ ബിക്കിനീസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിലിപ്പം എനിക്കൊരു കുറ്റബോധം എന്ന് പറയുന്നത്, മുൻപോട്ട് എനിക്ക് പോകണമെങ്കിൽ എനിക്ക് ഏണിംഗ് വേണം. എനിക്ക് ഒരു മനുഷ്യൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് 10,000 രൂപ അല്ലെ 5,000 രൂപ താ എന്ന് എനിക്ക് വായ്പ ചോദിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ എൻ്റെ കഷ്ടപ്പാടിൽ നിന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ മറ്റൊരു മോശം പരിപാടിക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾക്കും ഞാനില്ല. കാരണം നമ്മൾ ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഞാൻ എൻ്റെ ലൈഫ് മുൻപോട്ട് ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. കാരണം നമുക്കിപ്പോൾ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് എനിക്ക് എല്ലാവരും പറയും നീ ചെയ്യുന്നത് നല്ലതെന്ന് പറഞ്ഞിട്ട് വരും. പക്ഷേ പൈസ എന്തെങ്കിലും ഒരു ആവശ്യം ചോദിക്കുമ്പോൾ ഇവരാരും കാണില്ല. നമ്മൾ തന്നെ അത് തുഴഞ്ഞു പോയിക്കോണം. ആ ഒരു ഇതുകൊണ്ട് നമ്മൾ നമ്മുടേതായ കഷ്ടപ്പാടുകളിൽ മുൻപോട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. ഐ നോ ഓൾറെഡി ഐ മേഡ് യു ക്രൈ, ബട്ട് സോറി ഫോർ ദാറ്റ്. പക്ഷേ എനിക്കിത് കേൾക്കണം. നിനക്ക് എന്തെങ്കിലും ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ്, നിന്ന് കുറേ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ? വേദന ഉണ്ടായ എക്സ്പീരിയൻസ്? ചെറുപ്പത്തിൽ നമ്മൾ ഒരാളുടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന്, ഇപ്പം എനിക്കൊരു 3 വയസ്സ് 4 വയസ്സൊക്കെയുള്ള സമയങ്ങളിൽ നമ്മളൊരു ഓണം വിശേഷ ദിനങ്ങൾ വരുമ്പോൾ നമ്മുടെ ബന്ധുക്കാരുടെ, ഇപ്പോൾ മറ്റൊരിത് പറയണില്ല, നമ്മുടെ ബന്ധുക്കാരുടെ വീട്ടിൽ അവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഗൾഫിലായിരിക്കാം ആയിരുന്നു. അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന പഴയ ഓണക്കോടികളുണ്ടല്ലോ, അവരിട്ട് ഉപയോഗിച്ച ഡ്രസ്സുകൾ ഞാൻ ഇട്ടിട്ടില്ല എന്ന് ഞാൻ ഒരിടത്തും പറയില്ല. അവരുടെ വീട്ടിൽ നിന്നും ഭക്ഷണം തന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടം നമ്മൾ ടി വി വെക്കുമ്പോൾ നമ്മൾ അവരുടെ വീട്ടിൽ ചെന്ന് തിരുവോണം ഉണ്ടിട്ട് നമ്മൾ ടി വി കാണാൻ, നമ്മുടെ ഒന്നും വീട്ടിൽ ടി വി ഇല്ല. അപ്പോൾ ആ ടി വി കാണാൻ ചെന്നിരിക്കുമ്പോൾ കറണ്ട് ഇല്ല അല്ലെങ്കിൽ ഇത് പോയി എന്ന് പറഞ്ഞ് ഓഫ് ചെയ്ത് വെക്കുന്ന ഒരു ഇതുണ്ട്. പക്ഷേ ആ സാഹചര്യത്തിൽ നിന്നെല്ലാം തരണം ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് ടി വിയും ഉണ്ട്, മറ്റുള്ള എല്ലാ ഇപ്പോഴത്തെ സാഹചര്യത്തിലുണ്ട്. പക്ഷെ നമ്മൾ എന്താ പറയുക, എൻ്റെ കൂടപ്പിറപ്പിൻ്റെ ഒരു വണ്ടിയിൽ ഞാൻ തൊട്ടപ്പോൾ തന്നെ തുടരുത്, അത് പൊറൽ വീഴും എന്ന് പറഞ്ഞൊരു സാഹചര്യം. അങ്ങനെ ഒരുപാട്. മൂന്നാമതെന്ന് പറയുന്നത്, എൻ്റെ അച്ഛൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ ഞാൻ ഒരുപാട് എടുത്ത് ചെന്നിട്ട് വാതിലുകൾ മുട്ടിയിട്ടുണ്ട്. പക്ഷെ അവർ അന്നേരം അടച്ച ഇതെന്ന് പറയുമ്പോൾ വാതിൽ കൊട്ടി അടയ്ക്കുക എന്ന് പറയില്ലേ, അതേപോലെ ചെയ്ത അനുഭവം എൻ്റെ ലൈഫിൽ ഒരിക്കലും ഞാൻ മറക്കില്ല. കാരണം നമ്മൾ ഒരുപാട് പേരോട് കാശ് ചോദിച്ചു. അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന് പൈസ നമ്മൾ മാറ്റി വെച്ചിട്ടാണ്, കാരണം പല ആവശ്യങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഒരു എമൗണ്ട് ആണ് ആ ഇരിക്കുന്നതെന്ന് പറയണം. നമ്മുടെ കയ്യിൽ ഇല്ലാതെ നമ്മൾ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം, അത് നമുക്ക് ആ ബുദ്ധിമുട്ടിൽ, ഇപ്പം എൻ്റെ അച്ഛൻ ആശുപത്രി കിടക്കുന്നു, സർജറി വേണമെങ്കിൽ അവിടെ കാശ് നമ്മൾ ഇറക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോ ദിവസവും മരുന്ന് പോകുമ്പോഴത്തേക്ക് 50,000 ഇങ്ങനെയുള്ളൊരു ബില്ലുകളാണ്. ആ ഒരു സമയത്ത് ഞാൻ മാത്രമാണ് ഈ തുഴയുന്നതെന്ന് പറയും. അവർ ഇപ്പം നമ്മൾ ഒരാൾ ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരണമെങ്കിൽ ഒരു ഓട്ടോ കൂലി ഞാൻ കൊടുത്താൽ മാത്രമാണ് ആ ഭക്ഷണവും കൊണ്ട് അവരവിടെ വരുത്തുള്ളൂ ആശുപത്രിയിൽ എന്ന് പറയും. അങ്ങനെ ഒരുപാട്, ഇപ്പം നമുക്കതെല്ലാം ഇവിടെ പറയാൻ പറ്റില്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ നമ്മൾ ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിൽ കൂടിയാണ് ഞാൻ മുൻപോട്ട് പോകുന്നതെന്ന് പറയാം. ഈ ചിരിച്ചിരിക്കുന്ന മുഖമേ എല്ലാവരും കാണുന്നുള്ളൂ, പക്ഷെ ഉള്ളിൽ കരയുന്ന ഒരു വ്യക്തിനെ ഒരു മനുഷ്യരും കാണണില്ല. ഇതാണ് എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. പാസ്റ്റ് ഇസ് പാസ്റ്റ് അല്ല, നമുക്കതൊക്കെ വിട്ട് കളയാം. ഇപ്പം എങ്ങനെ ലൈഫ്? ഇപ്പം സക്സസ്സാ? നിങ്ങളിപ്പോൾ സക്സസ് ആണോ? ആൻഡ് ഫ്യൂച്ചറിൽ വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ? ഞാൻ എൻ്റെ മകനെ ഇപ്പം പുറത്തേക്ക് വിടാനായിട്ടിരിക്കുന്നു. ഇനി വിസ മാത്രം വന്നാൽ മതി. മോൻ MBBS പഠിക്കാനായിട്ട് പോകാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് ഒരിടത്തും നമ്മൾ പറഞ്ഞിട്ടില്ല, എൻ്റെ ഫാമിലീനെയോ ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അവൻ +2 നല്ല മാർക്ക് ഉണ്ടായിരുന്നു. വിസ മാത്രം വന്നാൽ മതി. അങ്ങനെ ഒരു ലൈഫിൽ എനിക്കൊരു സന്തോഷിക്കാൻ, കാരണം എൻ്റെ മണി കൊണ്ട് അവനെ വേറൊരു സ്ഥലത്തേക്ക് എനിക്ക് വിടാൻ പറ്റുന്നു എന്നുള്ളൊരു ഇതുണ്ട്. ആ ഒരു കാര്യം മാത്രം. കാരണം ഇനി നല്ലൊരു 5-6 വർഷം കഴിയുമ്പോഴത്തേക്ക്, 5 വർഷം കഴിയുമ്പോൾ അവൻ്റെ ക്ലാസ് കഴിയും. അത് കഴിഞ്ഞ് അവന് PG അത് നെക്സ്റ്റ് എടുക്കണം. 6 വർഷമാണ് ടോട്ടൽ വരുന്നത്. പക്ഷേ അവനെ ഒരു നല്ലൊരു ഡോക്ടറാക്കി എടുക്കാനുള്ള
ഇതെനിക്ക് ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഗൗരി, ഈ കോൺട്രവേഴ്സി ആയാല് ഒരു ലെസ്ബിയൻ ഫോട്ടോഷൂട്ട്, അതിനെ കുറിച്ച് നിനക്ക് എന്താണ് പറയാൻ? ആ ഷൂട്ട് ഒരു ഓർണമെന്റ്സ് ഷൂട്ട് മഹാദേവൻ തമ്പി എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫറുടെ ഐഡിയാസിലാണ് മൂവ് ചെയ്തതെന്ന് പറയുന്നത്. അത് 2 സ്ത്രീയും ഈ എന്താ പറയുക, ഇടകലർന്ന് ചെയ്തൊരു രീതിയിൽ ചെയ്തൊരു കണ്ടന്റാണ് അത്. പുള്ളിക്കാരൻ പറഞ്ഞു നമ്മളത് വന്ന് ഷൂട്ട് ചെയ്തു, പക്ഷെ അത് ഓർണമെന്റ്സ് ഷൂട്ട് ആയപ്പോൾ കുറച്ച് വൈഡായിട്ട് 2 ഭാഗവും കുറച്ച് ഇതായിരുന്നു. അങ്ങനെ നമ്മൾ നല്ലൊരു തീമാണ് അത് ചെയ്തതെന്ന് പറയുന്നത്. കറുപ്പിനും മറ്റേ കളറിൽ ഒരു ഇത് വന്നതും അങ്ങനെ ചെയ്ത ഒരു തീമാണത്. അത് ഭയങ്കര വിവാദമായി, പ്രശ്നങ്ങളായി, വൈറലായി, ഒരുപാട് ന്യൂസിൽ ചാനലുകളിലൊക്കെ നല്ല ഇതിലായിട്ട് വന്നു. പബ്ലിസിറ്റി ഫസ്റ്റ് എൻ്റെ ഒരു ഇമേജ് അതിൽ കൂടിയും വന്നു. വേറൊരു ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്ന എക്സ്ട്രാ സക്രിയ എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ കുറച്ച് മീൻ വെട്ടുന്ന ബ്ലൗസിൽ കുറച്ച് കണ്ടന്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻ വെട്ടുന്നത് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. മീൻ എടുത്ത് നമ്മളിങ്ങനെ പൊക്കി പിടിച്ച് വെട്ടുന്ന രീതിയൊക്കെ കണ്ടന്റുകൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതും ഇതുപോലെ തന്നെ വൈറലായി. ചാനലുകളൊക്കെ ഏറ്റെടുത്ത കുറച്ച് കണ്ടന്റുകളാണ്. ഓക്കെ, ആൾക്കാർക്ക് ഇഷ്ടം ബിക്കിനീസ്, മുണ്ട്, ബ്ലൗസ്. ഈ മുണ്ട് ബ്ലൗസ് അല്ല 25 years മുമ്പ് പക്ഷെ അത് നമ്മുടെ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതന്നെ എനിക്ക് മനസ്സിലാവാതെ. അതിനു മുമ്പ് ബ്ലൗസ് ഇടാത്ത ഇവിടെ വരയ്ക്കും മുണ്ട് കട്ടുന്നവർ. അതെ അതെ. അതിനു മുമ്പ് ഇന്നും എനിക്കറിയാം, ഇവിടെ ഗ്രാമത്തിലൊക്കെ ലേഡീസ് ഓൺലി ഇവിടെ മുണ്ട് കട്ടും, മേളം ഒന്നും ഇടില്ല, വയസ്സാനവരൊക്കെ. സോ ഇതൊക്കെ എനിക്കറിയാം. പക്ഷേ ഇങ്ങനെ നമ്മൾ ഡ്രസ്സ് ഇട്ട് ഫിലിമിൽ അല്ലെങ്കിൽ ഫോട്ടോയിൽ വന്നാൽ അത് തെറ്റുന്ന ഇവർ പറയുന്നത്. അല്ല, അപ്പം ഈ പറയുമ്പോൾ മാം പണ്ട് നമ്മളെ ഓരോ മൂവികളും ഓരോ കാര്യങ്ങൾ ഇപ്പം മാം ആണെങ്കിൽ ബ്ലൗസും മുണ്ടും ഒക്കെ ഉടുത്ത് ചെയ്ത സിനിമകളില്ലേ, അതേപോലെ ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു മുണ്ടും ബ്ലൗസും ഒക്കെ ഇട്ട് വരുമ്പോൾ ഷക്കീല മാമിനെ പോലെ തന്നെ നമ്മൾ വെറൈറ്റി ആയിട്ട് അന്ന് മാം ചെയ്തെങ്കിൽ ഇപ്പം നമ്മൾ അത് വെറൈറ്റി ആയിട്ട് ചെയ്യുമ്പോൾ അത് കാണാൻ ആൾക്കാരുണ്ട്, അത് കണ്ടന്റുകൾ കാണാൻ ആൾക്കാരുണ്ട്. പഴയ കാലത്ത് കിന്നാരത്തുമ്പികൾ എന്ന് പറയുന്നത് നിനക്ക് ആ പേര് ഓർമ്മയുണ്ടോ? കിന്നാരത്തുമ്പികൾ. അതെ അതെ, മാമിന്റെ. അപ്പം അങ്ങനെ പറയുമ്പോൾ പിന്നെ നമ്മുടെ ചോട്ടാ മുംബൈയിലാണ് അതിൽ മോഹൻലാലിന്റെ ഒക്കെ ആ ഒരു മൂവിയിൽ മാം ഉള്ള. അപ്പം അങ്ങനെ കുറേ മൂവികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലിപ്പം മാം എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, മാമിലെ ഒരു വ്യക്തിത്വം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ഞാൻ വന്നപ്പോഴേ മാമിനോട് പറഞ്ഞില്ല എനിക്ക് മാമിനെ ഇഷ്ടമാണ്. പക്ഷെ അത് ആ കേൾക്കുമ്പോൾ കിന്നാരത്തുമ്പികൾക്ക് എന്ന് പറയുമ്പം നമ്മളത് കേട്ട ഒരു ഇതുണ്ട്. അപ്പോൾ അതേപോലെ ഇപ്പോഴത്തെ തലമുറകൾ നമ്മൾ നൈറ്റി, ബിക്കിനീസ്, സാരി ഉടുത്താൽ ആർക്കും പിക്ചേഴ്സ് കാണണ്ട, വീഡിയോകളും ആരും കാണില്ല. പക്ഷെ വലിയ സെലിബ്രിറ്റീസ് കുറച്ച് ബാക്ക് സൈഡിലോ അല്ലെങ്കിൽ ഫ്രണ്ട് വശമോ തള്ളി വെച്ച് വീഡിയോകൾ കണ്ടന്റുകൾ ചെയ്യുമ്പോൾ അത് കാണാൻ ആൾക്കാരുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ റീൽസിൽ നൈറ്റി അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ, ബിക്കിനീസ് ഇട്ട് കഴിഞ്ഞാൽ, നൈറ്റി ഇട്ട് കഴിഞ്ഞാൽ, മുണ്ട്, ബ്ലൗസ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കാണാനുണ്ട്. പക്ഷെ നമ്മളൊരു നല്ലൊരു വസ്ത്രത്തിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ലൈക്കില്ല, ആൾക്കാർ കാണാനില്ല, നമ്മളെ ആർക്കും കണ്ടാൽ അറിയേയില്ല. പക്ഷെ ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇന്ന ആളല്ലേ എന്ന് ചോദിച്ച ആൾക്കാരെ വരുന്നുണ്ട്. ആ കാലഘട്ടം എന്ന് പറയുന്നത് പഴയ കാലഘട്ടം തന്നെയാണ് ഇപ്പോഴത്തെ ജനറേഷനും ഇഷ്ടം എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് വയറ് കാണിച്ചാൽ, കുറച്ച് ക്ലീവേജ് കാണിച്ചാൽ, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇപ്പം നമ്മൾ ചിലരിപ്പം വന്നിട്ട് ഇപ്പം ഉടനെ ആ പോസ്റ്റുകളുടെ അടിയിൽ വന്നിട്ട് ഞങ്ങളിത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു കമൻറ്റുകൾ വരും. പക്ഷെ ഇത് കാണിക്കാൻ എന്ന് പറയണ്ടല്ലോ, നമ്മളത് ഇടുമ്പം അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ സ്വാഭാവികമായിട്ട് നമുക്ക് നോക്കിയാൽ മതി. നീ എന്തിന് കമന്റ്സ് കാണുന്നുണ്ട്? ഫസ്റ്റ് കമന്റ് കാണുന്നത് നല്ലത് കുറെ കമന്റുകൾ കാണും. ഇല്ല, എന്തിനു കാണരുത്? ഡോണ്ട് സീ ദ കമന്റ്സ്. ചില സമയം നമ്മളത് നോക്കും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ അങ്ങനെ ഒരു കാര്യങ്ങൾ നോക്കാറില്ല. കരഞ്ഞിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞില്ല, ഒരു ഫോട്ടോഗ്രാഫർ എക്സ്ട്രാ സക്രിയ എന്ന് പറയുന്ന ആളുടെ ഷൂട്ടുകൾ ചെയ്ത് കഴിയുമ്പോൾ ഈ കമന്റിന്റെ അടിയിൽ ഓരോ പിക്ചേഴ്സിന്റെ അടിയിലും വീഡിയോയുടെ അടിയിലും വന്നിട്ട് ഒരുപാട് കമന്റുകൾ ഇടുമായിരുന്നു. മോശമെന്ന് പറഞ്ഞാൽ ആദ്യം മാമിനോട് ഞാൻ പറഞ്ഞില്ല, അത്രയ്ക്കും വൾഗർ ഉള്ള കമന്റുകളും ചീത്തകളും, നിന്റെ വീട്ടിൽ ആരും ഇല്ലേ ചോദിക്കാൻ, ഇത് തന്നെയാണ് സ്വാഭാവികമായിട്ടും അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പം ആ ഫോട്ടോഗ്രാഫർ പറഞ്ഞു, ഗൗരി എന്തിനാണ് ഈ കമന്റുകൾ നോക്കുന്നത്? ആ കമന്റുകൾ നോക്കാതെ നീ നിന്റെ ജോലികൾ ചെയ്യുക. അതോടെ നമ്മൾ കമന്റുകൾ നോക്കാറില്ല. ഇപ്പം അതിൻ്റെ അകത്ത് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആ കമന്റുകൾ ഡിലീറ്റ് ചെയ്യാനും ഞാൻ പോകാറില്ല. അത് അവിടെ തന്നെ കിടക്കും. അങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഏജ്, ഈ ഫിഗർ എല്ലാം ഓക്കെ, ഈ ടൈമിൽ ഈ ഫോട്ടോ ബിക്കിനി ഇടുന്നത് ഇതൊക്കെ ഓക്കെ. ആഫ്റ്റർ 10 years മകൻ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും
നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈഫ് ആഗ്രഹിച്ച് സെറ്റിലായി മാറുക എന്നുള്ളത്. നമ്മൾ പിന്നെ എപ്പോഴും ഫോട്ടോഷൂട്ട് എന്നും പറഞ്ഞ് നമ്മൾ ഇതിൻ്റെ അകത്ത് നടക്കില്ല. കാരണം നമുക്കൊരു ഏണിംഗ് വരുമാനം കിട്ടുന്ന രീതി നമ്മൾ ചെയ്യും. 60 വയസ്സായാലും എനിക്ക് ശരീരം ചുളുങ്ങി ഇല്ല എങ്കിൽ ഞാൻ ഇത് തന്നെ കണ്ടിന്യൂസ് ചെയ്യും. ചുരുങ്ങിന്ന് വെച്ചാൽ എന്ത് ഞാൻ ചെയ്യും? ചെയ്യും. എനിക്ക് ഇഷ്ടമുള്ള ഈ ഒരു ജോലി ഞാൻ കണ്ടിന്യൂസ് ചെയ്യും. സോ ഇത് ചെയ്യും. ചെയ്യും. കാരണം നല്ല വേഷങ്ങൾ, അതിൽ ബിക്കിനീസ് ഒഴിവാക്കിക്കൊണ്ട് നല്ല കോസ്റ്റ്യൂമിലേക്ക് ഞാൻ വരും. ഈ ബിക്കിനി ഒക്കെ ഇടുന്നുണ്ടല്ലോ, ഇപ്പൊ ഒരു ഫിലിമിൽ വന്നാ ഇപ്പൊ ചെയ്യില്ലേ ഇനി? ബിക്കിനീസ് ചെയ്യും. നമുക്ക് നമ്മളെ അവസരങ്ങൾ കിട്ടിയാൽ ബിക്കിനീസിൽ ഞാൻ പറഞ്ഞല്ലോ, മോശം ഒരു വസ്ത്രധാരണം എന്നൊരിക്കലും ഞാൻ പറയുന്നില്ല. ബിക്കിനീസ് അവസരം കിട്ടിയാൽ ഞാൻ ചെയ്യും. സാരി കിട്ടിയാൽ ചെയ്യും, മുണ്ട് കിട്ടിയാൽ ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള ഒരു കോസ്റ്റ്യൂം അവർ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ ചെയ്യും. ഗൗരിയുടെ DP-യിൽ എപ്പോഴും ജീസസ് എന്തു പറഞ്ഞതിന് വാക്കുകൾ എപ്പോഴും കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഭക്തി എന്ന് പറയുമ്പം ദേവാലയങ്ങളിൽ എപ്പോഴും പോവില്ല. നമുക്കൊരാവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് പോകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെ മുണ്ടക്കയം എന്ന് പറയും. അവിടെ ഒരു സ്ഥല പ്ലേസ് ആണ് മുണ്ടക്കയത്ത് അമ്പലത്തിൽ, ഒരു വള്ളിയങ്കാവ് അമ്പലം എന്ന് പറയും. വലിയൊരു ഭദ്രകാളിയുടെയൊക്കെ ഒരു അമ്പലമാണ്. വലിയ ഭക്തി, ആൾക്കാർ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കേട്ടുകേൾവിയുള്ള ഒരു അമ്പലമാണ്. അവിടെ ഞാൻ പോകും. പിന്നെ വേളാങ്കണ്ണി മാതാവ് എനിക്ക് പറ്റുന്ന സമയം ഞാൻ അവിടെ പോകാറുണ്ട്. പോയി നേർച്ചകൾ എടുക്കാറുണ്ട്, മുട്ടുകാലിൽ എഴയാറുണ്ട്. ഒരു ഭക്തി, എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നത് പോലെ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് ഞാൻ ഈ രണ്ട് ഭാഗം നിനക്ക് സോറി ടു ഇന്ററപ്റ്റ്, എനിക്ക് ഒരു വിഷയം വേണം. അപ്പോൾ അത് പെട്ടെന്ന് യാരോ ഒരാൾ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പം നമ്മൾ പറയും അവർ തന്നെ ദൈവം. അതെ. അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും വന്നിട്ടുണ്ടോ ലൈഫിലെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടി പോകുമ്പോൾ ഞാൻ വിളിക്കുന്ന, ഇപ്പം ക്രിസ്ത്യൻ സോങ്സ് ഒക്കെ സ്റ്റാറ്റസ് ആയിട്ട് എപ്പോഴും ഇടുമെന്ന് പറഞ്ഞല്ലോ. എനിക്ക് ഇഷ്ടം സോങ്ങുകൾ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അതേപോലെ ഞാൻ പറഞ്ഞ നമ്മൾ തമിഴ്നാട് നമ്മുടെ മാതാവിൻ്റെ മണർകാട് അമ്പലത്തിൽ പള്ളിക്ക് പോകുമ്പോൾ നമ്മൾ വിളിച്ച് പറയുന്ന, നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും എന്നത്. ഇപ്പം ഓരോ അമ്പലങ്ങളിൽ നമ്മൾ നേർച്ച കൊടുക്കാം, അല്ലെങ്കിൽ പള്ളിക്ക് നേർച്ച കൊടുക്കാം. ആ പറയുന്ന കാര്യങ്ങൾ ഏതുവഴിയെങ്കിലും ദൈവം നമുക്ക് നടത്തിത്തരും. അതെൻ്റെ വിശ്വാസം, എൻ്റെ കോൺഫിഡൻസ് ആണ്. കാരണം നമ്മൾ പറയുന്ന ആ സമയത്ത് ചിലപ്പം നടന്നില്ലെങ്കിൽ പിറ്റേന്ന് സങ്കടപ്പെടേണ്ട എന്നുള്ളത് നമുക്ക് ആ ഒരു വിശ്വാസം നമ്മളിലേക്ക് വരും. ഞാൻ എന്ത് പ്രതിസന്ധി ഘട്ടത്തിൽ കൂടി പോകുമ്പോഴും ഈ രണ്ടിടത്ത് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വഴി കാട്ടി തരും. കാരണം ഞാൻ വേളാങ്കണ്ണിയിൽ മാതാവിനെ വിശ്വസിക്കുന്ന ഒരാളാണ്, ഒരു ക്രിസ്ത്യാനിയാണ്. അതിലിപ്പം ചില ആൾക്കാർ വന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഇനിയും പറയാൻ സാധ്യതയുണ്ട്. ഞാൻ വിളിക്കുന്ന ആ ഒരു സ്പിരിറ്റിൽ ദൈവം എനിക്ക് വഴി ഒരുക്കി തരുന്നുണ്ട്. ഈ രണ്ട് വേളാങ്കണ്ണി മാതാ ഞാൻ 100 times പോയിട്ടുണ്ട്, ഇപ്പം പോവും. കാരണം യാർക്കാച്ചും അസുഖമായാൽ ഞാൻ പ്രാർത്ഥിക്കും. അത് ആരായിരിക്കട്ടെ, എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് ഈ അസുഖമുണ്ടെന്ന് അങ്ങനെ പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് സാരി, ഓരോ കളർ സാരി എവറി ഇയറിൽ 2 times പോവും. അപ്പോൾ ഈ സാരിയൊക്കെ കൊടുത്തിട്ട് അവിടെ അവരെല്ലാം ഓക്കെ ആയി എന്ന് പറഞ്ഞിട്ട് ഞാൻ വേളാങ്കണ്ണി മാതാവിനെ വിളിക്കുന്നതെന്ന് പറയുന്നത്, എനിക്കൊരു അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപകടം ഗ്യാസ് സിലിണ്ടർ ലീക്കായിട്ട് കൈയും പൊള്ളി ഞാൻ ICUവിൽ കിടന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഹെയർ ഒരുപാട് ഉണ്ടായിരുന്നു. ഈ ഇത്രയും ഭാഗവും ഈ ഒരു ചെവി പൊള്ളി ഇതായിട്ടിരിക്കണില്ലേ, അത് ഗ്യാസ് സിലിണ്ടറിൽ ഒരു അപകടം പറ്റിയതാണ്. അപകടം പറ്റിയ സമയത്ത് ICUവിൽ കിടന്ന സമയം ഞാൻ വേളാങ്കണ്ണി മാതാവിനെ വിളിച്ച്, നമ്മൾ ICUവിൽ കിടക്കുമ്പോൾ എൻ്റെ ബോധമനസ്സും എന്ന് പറയുന്ന രണ്ടിതുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ICUവിൽ കിടക്കുന്ന സമയം മാതാവിനെ നമ്മൾ ഉള്ളി കൊണ്ട് വിളിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞ് 3-ാമത്തെ ദിവസം മാതാവ് എൻ്റെ തലയുടെ അവിടെ വന്ന് നിന്നിട്ട് നമ്മുടെ തലയിൽ കൈവച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഒരു 12 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എണീറ്റ് ടോയ്ലറ്റിൽ പോവുകയാണ്. ICUവിൽ കിടക്കുന്നു, ടോയ്ലറ്റിൽ പോകുന്നു. അവിടെ എൻ്റെ കണ്ണാടിയിലേക്ക് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ മുഖം വികൃതമാണ്. കാരണം പൊള്ളിയിട്ട് ഫേസ് എല്ലാം ഭയങ്കര ഇതായിരുന്നു. ഈ കഴുത്തൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ഡീപ്പായിട്ട് പൊള്ളിയ ഒരു ഇതാണ്. ആ മാർക്കാണ് ഇവിടെ ഫുള്ള് കാണുന്നതെന്ന് പറയുന്നത്. ആ സമയം മുതൽ എനിക്ക് മാതാവിൽ ഭയങ്കര വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഇത് എപ്പോഴാണ് നടന്നത്? 17-18 വയസ്സിൽ. ആ 17-ാമത്തെ വയസ്സിൽ ഒത്തിരി കഷ്ടപ്പാട് വന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴും നമുക്ക് അന്നൊന്നും ആ ഒരു ലേസർ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല. ഈ കൈ എന്ന് പറയുന്നത് ഈ ഭാഗം മുതൽ ഇവിടെ വരെ പൊള്ളിയത്, ഇവിടെ മുതൽ ഇവിടെ വരെ പൊള്ളിയത്, ഇവിടെ ഡീപ്പായിട്ട് പൊള്ളിയൊരു പാടാണ് കിടക്കുന്നതെന്ന് പറയുന്നത്. അപ്പം അന്നു മുതൽ എനിക്ക് മാതാവിൽ ഭയങ്കര വിശ്വാസമാണ്. കാരണം അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ പോയിട്ട് നേർച്ച മുട്ടുകാലിൽ അഴിഞ്ഞ് അമ്മയുടെ നടയിൽ വരെ വരുന്നത് ആ മുട്ടുകാലിൽ അഴിഞ്ഞാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളത് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് പോകാറുണ്ട്.
ഇപ്പോൾ ഒരു 4 പ്രാവശ്യം അടുപ്പിച്ചടുപ്പിച്ച് പോയി. മോൻ്റെ ആവശ്യങ്ങൾ വന്നപ്പോഴും അങ്ങോട്ട് തന്നെയാണ് പോയതെന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര വിശ്വാസം. എനിക്ക് വിശ്വാസം ഓക്കെ, പക്ഷേ എനിക്ക് നിന്നെ കാണുമ്പോൾ വളരെ മനസ്സ് കഷ്ടമാവുന്നുണ്ട്. ഇത്ര പ്രശ്നങ്ങളോ? കഷ്ടതകളിൽ നമ്മൾ മുൻപോട്ട് വരുമ്പോഴല്ലേ ജീവിതം എന്ന് പറയുന്നത് മുൻപോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു ലൈഫിൽ. വെരി വെൽ ഗൗരി. അപ്പൊ അതിൽ നിന്ന് ഇനി മുൻപോട്ട് സന്തോഷമായിട്ട് വീണ്ടും അതാണ് ഞാൻ പറയാൻ വരുന്നുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇനി നിനക്ക് എന്ത് പ്രശ്നവും വരരുത്. യു ഹാവ് ടു ബി ഹാപ്പി ഇൻ യുവർ ലൈഫ്. യെസ്, നിൻ്റെ മോന് ഡോക്ടർക്ക് പഠിച്ചിട്ട് നിന്നെ വിളിച്ച് അവൻ കൂടെ വെക്കും. നീ ഹാപ്പി ആയിട്ട്. അവരെല്ലാവരും എനിക്ക് സപ്പോർട്ടാണ്. കാരണം നമ്മൾ പറയുന്നത് അവർ കേൾക്കാറുണ്ട്. എല്ലാ കാര്യത്തിലും ഇപ്പം ബിക്കിനീസ് ഇടുന്നു, അതൊരു മോശമെന്ന് അവരാരും പറയില്ല. രണ്ടാമത്തത് അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് അമ്മ ഇപ്പം എവിടെ പോകണം, ഇപ്പം ഞാൻ ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ അവൻ പറയും അമ്മയ്ക്ക് ഇതേ ഉള്ളൂ എന്ന് ചോദിക്കും. കാരണം വേറൊരു ഡ്രസ്സ് അമ്മയ്ക്ക് ഒരു സ്ലീവ്ലെസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇട്ട് അമ്മയ്ക്ക് വന്നൂടെ. ഇപ്പം തന്നെ മാമിൻ്റെ ഇൻ്റർവ്യൂ ഇന്നലെയാണെന്നുള്ളത് ഇന്നത്തെ ഡേറ്റ് ആണെന്ന് എനിക്കറിയില്ല. ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി എടുത്ത സാരിയാണിതെന്ന് പറയുന്നത്. അപ്പോൾ അവൻ ഇഷ്ടപ്പെട്ട് അമ്മ ഇന്നത് എടുക്കുക അല്ലെങ്കിൽ അമ്മ ഇന്നത് ഉപയോഗിക്കുക, അതിനൊന്നും ഒരു നിബന്ധനകളും ഇല്ലാത്തൊരു കൊച്ചാണത്. കാരണം പഠിക്കുകയും ചെയ്യുന്ന. Blessed. You are blessed with a very, very good son. Thank you. Okay, Gauri. സത്യമായിട്ട് യു ആർ പ്യുവർ സോൾ. യു ആർ എ വെരി ബ്യൂട്ടിഫുൾ ഹാർട്ട്. നീ ചെയ്യുന്നത് മറ്റവർക്ക് എഫക്റ്റ് ആവാതെ വരെ നിനക്ക് എന്ത് വേണം ചെയ്യാം. അതെ. അബൌട്ട് ദ സൊസൈറ്റി. സോ ഈ എല്ലാം പറയുന്നത് ഇവരൊക്കെ നിൻ്റെ ഫോട്ടോസ് കണ്ടിട്ടാണ്. സോ യു ഷുഡ് താങ്ക് ദ സൊസൈറ്റി ആൻഡ് ദ വ്യൂവേഴ്സ്. ഓക്കെ, നിങ്ങൾ എല്ലാം കണ്ടത് കൊണ്ട് എനിക്ക് വ്യൂസ് ഏരി. നിങ്ങളുടെ കമൻസ്, നിങ്ങൾക്ക് അത്ര ടൈം ഉണ്ട്, കമൻസ് ഇട്, നിങ്ങളുടെ ഇഷ്ടം. അത് നിങ്ങളുടെ ഫോണ് നിങ്ങളുടെ ഫിംഗേഴ്സ് അല്ലേ, അത് വലിക്കട്ടെ. നിങ്ങൾ എന്തെങ്കിലും അത് എഴുതിക്കോ. സോ ബട്ട് മോർ ദൻ ദാറ്റ് യു ആർ എ ബ്യൂട്ടിഫുൾ സോൾ. യു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ ഇൻ യുവർ ലൈഫ്. ബി ഹാപ്പി. താങ്ക് യു. സോ വ്യൂവേഴ്സ്, നമ്മൾ ഇന്ന് ഗൗരിയുടെ എല്ലാ വിഷയങ്ങളും അവൾ ഷെയർ ചെയ്തിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഐ പിറ്റി ഹെർ ആൻഡ് ഐ സ്റ്റാർട്ടഡ് ടു ലവ് ഹെർ. സോ എല്ലാവരും ഇങ്ങനെ ഏത് ചെയ്താലും, ആക്ടിങ് ചെയ്താലും ഇല്ല ഫോട്ടോസിൽ പോസ്റ്റ് ചെയ്താലും, വാട്ട് എവർ ദേ ഡു, നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇഷ്ടം ഇല്ലെങ്കിൽ കാണരുത്. ജസ്റ്റ് സ്വൈപ്പ് ഇറ്റ് ഓഫ്. ബട്ട് ഡോണ്ട് ഹേർട്ട് എനിബഡി ബൈ കമൻറ്റിങ്. I hope you will not do it anymore and love you. Thank you for watching.